ഒന്നും രണ്ടും കൂട്ടി വെച്ചിട്ട് പണിയിച്ച നല്ല ഭംഗിയുള്ള മൂക്കുത്തിയായിരുന്നു. കഷ്ടകാലത്തിന് അത് കുളത്തിൽ പോവുകയും ചെയ്തു. ഇനിയൊന്നും പണിക്കാനുള്ള ശേഷിയില്ല. എന്നാലും ആ മൂക്കിലെ തുള അറിഞ്ഞു പോണ്ടെന്ന് കരുതിയ ഒരു കഷ്ണം ഈർക്കിലി തിരികെ വെച്ചത്. അതിപ്പോ ആ മാരാത്ത ചന്ദ്രി എന്ത് ഭൂത കണ്ണാടി വെച്ചിട്ടാണോ കണ്ടുപിടിച്ചത്? എന്നിട്ടൊരു അന്വേഷണം. എന്താ ഉണ്ണിമായേ, കാളിയമ്മയുടെ കൂട്ട് മൂക്കിന്റെ മുകളിലൊരു ഈർക്കലി കഷ്ണം പോരെ കുളത്തിലുള്ള സകല ശൃംഗാരകൾക്ക് കൂടി ഇളിക്കാൻ? ഷോ, നിന്ന നിലയിലങ്ങോട്ട് ഉരുകിപ്പോയി നാണം കിട്ടിട്ട്. ഒക്കെ എവിടുന്നാ? ഒരുപാട് ദൂരേന്നാ. അങ്ങനെ ഒരു സ്ഥലമുണ്ടോ? ഒരുപാട് ദൂരെ. അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. മോൾക്കറിയാഞ്ഞിട്ടാട്ടോ. എനിക്കൊരു പേരുണ്ട്, മോളെന്നല്ല, ഉണ്ണിമായാന്നാ. ഞാനും ഒന്ന് കാണണമെന്ന് വിചാരിച്ചിരിക്കുന്നു. സോറി പറയാനാവും. ഒരു സോറി പറഞ്ഞാൽ എല്ലാം കഴിഞ്ഞല്ലോ. അയ്യോ, സോറി പറയാനല്ല, സ്ത്രീകളോട് സംസാരിക്കുമ്പോ വലിയ ആവേശമൊന്നും പാടില്ലെന്ന് ഉപദേശിക്കാനായിരുന്നു. ഇനിയെങ്കിലും ശ്രദ്ധിക്കണം. അപ്പൊ ശരി. എനിക്ക് അവനിട്ട് അടി കൊടുക്കണം. എന്റെ മാധുരിയെ നീ അത് വിട്. പള്ളിയിലും പള്ളിക്കൂടത്തിലൊന്നും കേറാത്ത ടീം അവനൊക്കെ. ഈ പ്രായത്തിൽ അവനെ ഇനി പള്ളിക്കൂടത്തിൽ ചേർക്കാൻ പറ്റത്തില്ല. പക്ഷെ പള്ളിയും പട്ടക്കാരും ഇല്ലാതെ ഞാൻ അവനൊരു കുർബാന. ഈ നിൽക്കുന്ന വിശ്വനാഥനെ ഇടിച്ചു താഴ്ത്താനും വിശ്വനാഥനെ എക്സ്പോസ് ചെയ്യാനും വിശ്വനാഥനെ നശിപ്പിക്കാനും ഒക്കെ ആയിട്ട് ഒരുപാട് അച്ഛൻ നിരത്തിയവനാ ശേഖരൻ. ഒരു പുരുഷായുസ് മുഴുവൻ പരിശ്രമിച്ചിട്ടൊടുവിൽ ദയനീയമായി പരാജയപ്പെട്ടവനാ നിന്റെ അച്ഛൻ. എന്താ ഇനി ശേഖരനില്ലാത്ത ജാഗ്രതയ്ക്ക് അതിന് കഴിയുമെന്ന് തോന്നുന്നുണ്ടോ നിനക്ക്? ഈ വിശ്വനാഥനെ അവസാനിപ്പിക്കാൻ അത് നിന്നെ പോലെ ഒരു നരന്ത് പെണ്ണിനെ കൊണ്ട്. ആർ യു സോ ഫൂളിഷ്? ആർ യു സോ ഇഡിയോട്ടിക്? എടോ വിശ്വനാഥൻ, ശേഖരന് പിന്മുറി അവകാശപ്പെടാൻ ഒരു ആൺകുട്ടി ഇല്ലാതെ പോയിന്ന് വിചാരിച്ചിട്ട് ഒരു മഹായുദ്ധം ജയിച്ചു എന്നുള്ള ധാർഷ്ട്യൊന്നും വേണ്ടത് എനിക്ക്. ഇതാ കണ്ടില്ലേ, ആണത്തവും തന്റെ ഇടവും നട്ടലുള്ളൊരു പത്രവും അത് നോക്കി നടത്താൻ ചങ്കൂറ്റുള്ളൊരു മകളെയും ഈ ഭൂമിയിൽ ബാക്കി വെച്ചിട്ട് തന്നെയാ പോയിരിക്കുന്ന ശേഖരൻ. അത് മറക്കണ്ടതാൻ, മറക്കരുത്. സോ പ്ലീസ് ഷട്ട് അപ്പ് ആൻഡ് ഗെറ്റ്. അയ്യോ, ഇന്നലെ പറയായിരുന്നില്ലേ, ഉണ്ടായിരുന്നൊരു 20 ലക്ഷം കൊണ്ടേ ബാങ്കിലിട്ടു. ഇനിയിപ്പോ പെട്ടെന്ന് ചെന്ന് അതീനത്തിന് എടുക്കാന്ന് പറഞ്ഞാ കുറച്ചിലല്ലേ? എന്താ കഥ? എന്റെ സമയദോഷം എന്നല്ലാണ്ട്. ഓ അതോ, അത് പറയണോ? പറയണം. അത് ചുമ്മാ രവിയേട്ടനെ ഒന്നും ഇല്ലെന്നേ. ഓ പറയാം. ആ എന്താ ഉണ്ണിമായേ, അറിയോ? അറിയിച്ചരാം. എവിടേക്കാ? എനിക്ക് ജഗന്നാഥൻ തമ്പുരാനെ ഒന്ന് കാണണം. അത് കോലാത്ത പഠിപ്പുരക്ക് ഇപ്പുറത്ത് വെച്ച് മതി, അങ്ങട്ട് ഞാൻ കടത്തില്ല. അത് പറയാൻ നിനക്കെന്താ അധികാരം? ജഗന്നാഥൻ തമ്പുരാന്റെ അല്ലേ കോവിലോ? കോലവും ജഗന്നാഥൻ തമ്പുരാന്റെയോ ദേവേന്ദ്രൻ അച്ഛൻ മുത്തുപ്പട്ടരുടെയോ ഒക്കെ ആവും. നിങ്ങളെ ഈ കുട്ടികളെ ഈ മണ്ണി കാലുകുത്താൻ ഞാൻ സമ്മതിക്കില്ല, അത്രേ ഞാൻ പറഞ്ഞുള്ളൂ. വേണ്ടടോ, ഞങ്ങള് പോവാ. ഇവരുടെ കലിയിളക്കത്തിന്റെ കാര്യം മനസ്സിലാവണുണ്ട്. വെറുതെ അല്ല ഇവിടെ ഒന്ന് ഇറങ്ങാതെ കൂടിയിരിക്കണേ. തമ്പുരാനെ നീ പൂട്ടി വെച്ചോ. ഏത് തരക്കാരിയായിരുന്നു തള്ളാന്ന് നിന്റെ പ്രകൃതം കൊണ്ട് അറിയാലോ. പോവാൻ ഇനി എന്തെങ്കിലും നിന്റെ വായന്ന് വീണ ചൂലെടുക്കും ഞാൻ. അമ്മായി, നിങ്ങളിപ്പോ പോയിക്കോളി, പ്രശ്നം ഉണ്ടാക്കണ്ട. എന്നെ കൈനീട്ടി അടിച്ച ഇവളെ ഞാൻ കാണിച്ചു കൊടുക്കണുണ്ട്. നിന്റെ പേര് തോട്ടത്തിലെ മീനാക്ഷി എന്നാണെങ്കിൽ ഇവൾക്ക് കിട്ടും. ഞാനൊരു സത്യം പറയട്ടെ, ഞാൻ തമിഴത്തിയ. അല്ല, അച്ഛന് അവിടെ ജോലി ഉണ്ടായിരുന്ന സമയത്താണ് ഞാൻ അവിടെ ഇരുന്ന സമയത്താണ് ഞാൻ നല്ല പേസുമാ, നല്ല പേസിന് നല്ല എന്നെ പറ്റി പഠിക്ക തെരിയും എഴുത തെരിയും എഴുതറിയുമാ. അപ്പൊ ഏതാവത് പ്രായം ചെന്ന 2 പെൺകുട്ടികളെയും കൊണ്ട് അച്ഛൻ ഈ പറയുന്ന ആഭാസന്റെ അവിടെ പാർക്കാൻ ചെന്നിരുന്നു. എന്നിട്ടൊന്നും സംഭവിച്ചില്ലെങ്കിൽ ഇപ്പൊ തീരെ ഭയക്കണ്ട. എഴുന്നേറ്റ് നിൽക്കാൻ പോലും ആവതില്ലാത്തൊരു മനുഷ്യനാണ് അയാൾ ഇന്ന്. തർക്കുത്തരം വേണ്ട. അച്ഛൻ എങ്ങനെ കഴിയുന്നു ഇങ്ങനെയൊക്കെ മാറാൻ? ഈ ശുദ്ധവും വൃത്തിയും കലയൊക്കെ നിങ്ങളുടെയൊക്കെ തറവാടിന്റെ പത്തായപ്പരക്കകത്ത് മാത്രമേ പാടുള്ളൂ എന്നൊരു വിചാരം ഉണ്ടെങ്കിൽ അതങ്ങനെ കണ്ണുടച്ച് സമ്മതിച്ചു തരാൻ പറ്റില്ല. കഥാപ്രസംഗ സാറും ഹാർമോണി സാറും കേൾക്കാൻ വേണ്ടി തന്നെയാ പറയണേ. മാമ, എനിക്ക് വിശക്കണു, നമുക്ക് വീട്ടിൽ നമുക്ക് പോകാം. മന്ത്രിമാരടക്കം മുഴുത്തവന്മാരൊക്കെ നിന്റെ കക്ഷത്തിലുണ്ടല്ലോ. അപ്പൊ ഇതൊക്കെ എന്ത്? അല്ല, ഏത് നാടകക്കാരൻ നിനക്ക് ഈ വാചകങ്ങളൊക്കെ എഴുതി തരുന്നേ? നിന്റെ അപ്പനാ? അടങ്ങടേക്ക, നീ കൊറേ ലോകം കണ്ടിട്ടുണ്ടാവും, പക്ഷെ അടുത്ത് നിന്ന് കാണണ്ടോ നീ കണ്ടിട്ടില്ല കേട്ടോ. സ്നേഹമായിട്ട് പെരുമാറിയത് കൊണ്ട് നിന്നോട് എനിക്ക് പ്രേമാണെന്ന് കരുതിയോ? മഹിയെ ഇല്ലാതാക്കിയ എന്നോട് സുഖമായിട്ട് ജീവിക്കാന്ന് കരുതിയില്ലേ? ദേവക്കാട്ട് നിന്ന് ബന്ധുത ചേരാനുള്ള യോഗ്യതയൊന്നും ഞങ്ങൾക്കില്ലേ? മാത്രമല്ല നിങ്ങൾക്ക് നല്ല അറിവും സംസ്കാരവും തലയ്ക്കകത്ത് കാര്യമായിട്ട് എന്തെങ്കിലും ഉള്ള ഒരു ബുദ്ധിജീവി പെൺകുട്ടിയെ നോക്കുന്നതായിരിക്കും നല്ലത്. ഞാനൊക്കെ സിലബസിലുള്ള വിഷയങ്ങളെ കുറിച്ച് മാത്രം വിവരമുള്ളൊരു സാധാരണ ടീച്ചറാ. നമ്മളെങ്ങ് വെറുതെ വിട്ടേരെ മാഷെ. വഴിക്ക് വീഴാൻ മാത്രം അവിടെ എന്ത് പണ്ടാറുണ്ടായിരുന്നത്? അവിടെ ഒന്നുമില്ല, എനിക്ക് വഴുക്കണമെന്ന് തോന്നി വഴുക്കി. എന്തോന്ന് തോന്നി?
എനിക്ക് വഴിക്കണമെന്ന് തോന്നി വഴിക്ക്. എനിക്കൊന്ന് വഴിക്കണ്ടേ? മനുഷ്യനെപ്പോഴും വടി പോലെ നടക്കാൻ പറ്റുമോ? ഞാൻ അവളോടാ ചോദിച്ചേ, നീ തന്നെ പറയേ. തമ്പുരാൻ എന്ത് ജോലി തന്നാലും ഞങ്ങൾ ചെയ്തോളാം. നരസിംഹം നാടിയാരുടെ ഭാര്യ ആയിരിക്കാൻ നിനക്ക് സമ്മതാണോ? എന്താ പരിമളം, സുഖല്ലേ? തരക്കേടില്ല. പകലൊക്കെ ബോറടിച്ച? നിന്റെ ഈ സ്ത്രീകൾ അങ്ങോട്ട് പോരാന്നാണല്ലോ ഞാൻ കേട്ടത്. ആര് പറഞ്ഞു? ആരും പറഞ്ഞതല്ല, എനിക്ക് വെറുതെ അങ്ങനെ അങ്ങോട്ട് തോന്നിയതാ. ആ തോന്നല് വേണ്ടാട്ടാ. പെട്ടി നല്ല ചൂടായിട്ടിരിക്കണേ. ഓ, പെട്ടി ചൂടായിക്കോട്ടെ, നീ ചൂടാവണ്ട. താൻ എന്റെ കൂടെ പറഞ്ഞു. പറ്റില്ലെന്ന് എത്ര വട്ടം പറയണം? എത്ര വട്ടം പറഞ്ഞിട്ടും കാര്യമില്ല, പാടാതെ ഞാൻ വിടില്ല. ഇതൊരു ശല്യമായല്ലോ. തനിക്കെന്താ എത്ര വാശി? അന്തസ്സുള്ള ട്രൂപ്പിലെ പ്രധാന ഗായികയായിട്ടില്ലേ വിളിക്കുന്നത്? എന്താ വന്നാല്? എനിക്ക് പറ്റില്ല. ഇയാള് വേറെ ആളെ നോക്കിയോ? അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, എനിക്ക് തന്നെ ഇഷ്ടപ്പെട്ടു. അല്ല, ഇവനാണോ? എന്നെ കൊണ്ട് വയ്യ. ഒരു കാര്യം പറഞ്ഞേക്കാം, അവൻ ഇവനെന്നൊക്കെ വിളിക്കാൻ എന്നെ ഈ വീട്ടിൽ വേലയ്ക്ക് കൊണ്ടുവന്നൊന്നുമല്ല. പിന്നെ താൻ എന്നെ പെണ്ണ് കാണാൻ വന്നാണോ? നിന്നെയൊക്കെ കാണുന്നതിന് പെണ്ണ് കാണലല്ല പറയേണ്ടത്, ആണ് കാണലെന്നാ. പെണ്ണിന്റെ ഒരു ലക്ഷണമില്ലല്ലോ. ഇയാളോട് ഇറങ്ങി പോകാൻ പറ. ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് പെട്ടെന്ന് ഉത്തരം പറയണം. സമയമെടുത്താൽ തോറ്റതായി പ്രഖ്യാപിക്കും. ശരി, എല്ലാം കൃത്യമായി പറഞ്ഞാൽ ജയിച്ചെന്ന് സമ്മതിക്കുകയും വേണം. തേനിനേക്കാൾ മധുരമുള്ളത് എന്താണ്? കുഞ്ഞുങ്ങളുടെ സ്നേഹം. വാളിനേക്കാൾ മൂർച്ചയുള്ളത് എന്ത്? മനുഷ്യന്റെ നാവ്. വിഷത്തേക്കാൾ വേഗം ദേഹത്തിൽ കയറുന്നത് എന്ത്? കരിങ്കണ്ണന്റെ നോട്ടം. ഒരു നിമിഷത്തിന്റെ സുഖം? കാമാസക്തി. 7 നാൾ മാത്രം നിലനിൽക്കുന്ന സുഖം? വിവാഹാഘോഷം. ദുഷ്ടനും ഒഴിഞ്ഞു മാറാൻ പറ്റാത്ത കടം? മരണം. ശ്മശാനത്തിലേക്ക് മനുഷ്യനെ പിന്തുടരുന്ന വേദന? മക്കളുടെ ദുർനടപടി. കുടുംബസ്ഥന് തീരാ ദുഃഖം? വഞ്ചിക്കുന്ന സേവകൻ. ജീവിതത്തിന്റെ അനാഥത്വം എന്ത്? ദാരിദ്ര്യം. ശമനമില്ലാത്ത രോഗം? അസൂയ. മായ്ക്കാൻ കഴിയാത്ത മാനക്കേടെന്ത്? മകൾക്ക് പറ്റുന്ന കളങ്കം.